ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി നിന്ന് സ്വയം അഭിനയിച്ചിട്ട് ഇല്ല പ്രാർത്ഥിക്കാൻ പോകുക ആകപ്പാടെ കിട്ടിയ ഒരു പിടികൊള്ളിയ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കല്യാണി പ്രിയദർശൻ പറ. കല്യാണി ഇങ്ങനെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ കൊറേ കഥ ഉണ്ടാവും പറയാൻ. എനിക്ക് കഥ പറയാനുള്ളൊരു മൂടില്ല. അറിയാത്ത ആളെ പറ്റി എങ്ങനെയാ കഥയൊക്കെ പറയാ? അല്ല വിനീതേട്ടൻ എന്നാലും ധ്യാനിനെ കുറിച്ച് കഥ പറഞ്ഞില്ലല്ലോ. കഥ വിട് അടുത്ത പിടിക്കേ ഈ പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. കഥ പറയല്ലേ ക്ലൈമാക്സ് ആരോടും പറഞ്ഞിട്ടില്ലേ? ഒരു ദൃശ്യം മോഡലായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ആർക്കും കൊടുത്തില്ല. തിയേറ്ററിൽ ഉണ്ടാവില്ല മിക്കവാറും. തിയേറ്ററിൽ ഉണ്ടാവും. ഈ കഴിഞ്ഞ ഇന്റർവ്യൂല് പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. പ്രണവ്, ധ്യാൻ, നിവിൻ ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞെളിഞ്ഞു കയറി ഇരിക്കുകയാണ്. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അവസാന നിമിഷം വരെ എനിക്ക് ചിലപ്പോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ബേസി നീ വേണം നീ ഇല്ലാതെ പടം നടക്കൂല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മാറി മാറി. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറ. തോണിന്നൊക്കെ നമ്മൾ എന്തോ ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര വേദനയായിട്ട് ധ്യാനം പറഞ്ഞിട്ടാ ഞാൻ ഇത് പറയാനില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വെച്ച് നിന്റെ വായിൽ എന്താ പഴമാണോ പറഞ്ഞോണ്ടാന്ന്. ഇതെന്താ ഉദ്ദേശിച്ചത്? വായിൽ പഴം, വാട്ട്സ് ദാറ്റ്? അതൊക്കെ ഞാൻ ഇവനോട് ഇവനെ പോലത്തെ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അവന്റെ കഥയിൽ എന്തിനാണ് ഞാൻ അപ്പൊ പറഞ്ഞു വരുന്നത് പ്രണവിന് ഇങ്ങനത്തെ മലയാളം ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ഡീലെത്താൻ എനിക്ക് ധ്യാനോട് മാത്രമാണ് ഇങ്ങനെ ഭയങ്കര ആത്മബന്ധമുള്ളത്. 3 പേരെ പറഞ്ഞു വിടട്ടെ. നീ അറിയാത്ത ഇംഗ്ലീഷിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഫുൾ തെറ്റ് ഇംഗ്ലീഷ്. ഞാൻ മെസ്സേജ് വായിക്കട്ടെ. നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനിനെ കാണുന്നത്? വീട്ടിലുള്ളതല്ല അനിയനാണ്. ഇവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇവര് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ഇങ്ങനെ വീട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ്റെ വീട്ടിലാണ്. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞ് എനിക്ക് തരാന്ന് പറഞ്ഞു. ഇവൻ എഴുതി വാങ്ങി. കുടിൽ മേയുവാൻ മുകിലുകൾ അതിൽ മാറി ചുവരുകൾ നിനക്കൊരു കുടം കുളിരുമാ. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. ഇനി ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യും കാലും വിറയ്ക്കുവാണ്. ഇങ്ങനെ 4 പേര് ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ആക്ച്വലി ചോദിക്കാനുണ്ട്. പക്ഷെ ഇതിപ്പോ സ്വപ്നമാണോ സത്യമാണോ എന്ന് മനസ്സിലാവുന്നില്ല. സ്വപ്നം പോലും സത്യമാണ്. സത്യമാണ്. എന്നാലേ 4 പേരും കണ്ണടയൊക്കെ വെച്ച് ഇതിന്റെ രഹസ്യം എന്താ? ഞങ്ങൾ ബേസിലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലേ? ഇഷായേട്ടാ, ഇതാണ് ഏറ്റവും ഗംഭീരം. ഇത് എന്റെ കണ്ണട, അത് വിശാഖന്റെ കണ്ണട അല്ലേ? ഇത് സ്വന്തം കണ്ണട. പക്ഷെ അപ്പോഴും നീ നിന്റെ കണ്ണട എനിക്കല്ലേ തന്നത്? അത്രേ ഉള്ളൂ. ഈ 3 പേർക്ക് അത് കൊടുക്കാൻ മനസ്സിലാവുന്നില്ല. ഇല്ല, തോന്നിയില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് ധ്യാനോട് മാത്രമാണ് ഇങ്ങനെ ഭയങ്കര ആത്മബന്ധമുള്ളത്. ഞാനത് എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. 3 പേരെ പറഞ്ഞു വിടട്ടെ. അല്ല, അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ഈ മനുഷ്യൻ കഴിഞ്ഞ 3 മാസമായിട്ട് എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് മുമ്പത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ ഇന്റർവ്യൂ കാണുമ്പോ ഭയങ്കര സ്നേഹമാണ് പിന്നെ വിളിച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ നിന്നോട് ചോദിച്ചു, നീ അറിയാത്ത ഇംഗ്ലീഷിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ നിന്നോട് ഫുൾ തെറ്റ് ഇംഗ്ലീഷ്. നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഞാൻ മെസ്സേജ് വായിക്കട്ടെ. ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഒന്ന് വായിക്കുന്നതാണ്. ഇംഗ്ലീഷ് കഫേ പോ. നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനിനെ കാണുന്നത്? വീട്ടിലുള്ളതല്ല അനിയനാണ്. ആണോ? പക്ഷെ ഇവര് ചേട്ടനും അനിയനും കാണുന്നില്ലെന്നാ പറയുന്നത്. ഇവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ആണോ? അങ്ങനെയാണോ? ഇവര് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ഇങ്ങനെ വീട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. ഫ്ലാറ്റ് എടുത്തു നീ സ്വന്തമായിട്ട് പിന്നെ ഇവൻ 1000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് താമസിക്കുന്നത്. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞ് എനിക്ക് തരാന്ന് പറഞ്ഞു. ഇവൻ എഴുതി വാങ്ങി. ഇവന് 1000 സ്ക്വയർ ഫീറ്റ്, 1000 സ്ക്വയർ ഫീറ്റ്, അതില് 200 സ്ക്വയർ ഫീറ്റ് ടോയ്ലറ്റാ. 800 സ്ക്വയർ ഫീറ്റിലാണ് കിടക്കുന്നത്. അല്ല, എനിക്ക് സത്യമായിട്ട് വാടകയ്ക്കല്ലേടാ? വാടകയ്ക്കല്ലേ? അല്ല, എനിക്ക് ഇവരെ 2 പേരെ നിർത്തിക്കൊണ്ട് ഒരു സത്യം ചോദിക്കണം. പണ്ട് എന്റെ ഒരു ഇന്റർവ്യൂല് ധ്യാൻ പറഞ്ഞു, ബേസിലൊരു മണ്ടനാ പൊട്ടനാന്നൊക്കെ. അത് ഇന്ന് എനിക്ക് ചോദിക്കണം, സത്യമാണോ? ഇവന്റെ ഈ സംസാരം കേട്ടിട്ട് എന്താ വീണ
എനിക്ക് വീടില്ലാന്ന്, കോടികളുടെ ആസ്തിയുള്ള എനിക്ക് ഞാൻ പറഞ്ഞു നിനക്ക് വീടില്ല. എനിക്ക് എത്ര ആളെ എവിടെയൊക്കെ വീട് പറഞ്ഞു കൊടുക്ക്. അതെ ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലോ വേൾഡ് വൈഡ് ഓവർസീസ് എടുക്കാൻ താല്പര്യമുണ്ട്. മതി മതി തള്ളി മതി. പിന്നെ കേട്ടാ ഞാൻ സിനിമയുടെ കാര്യമൊക്കെ ചോദിക്കട്ടെ. എനിക്കിത് കുറച്ച് സീരിയസ് ആയിട്ട് ഇന്റർവ്യൂ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. നല്ല കാര്യം. നല്ല സ്ഥലത്തേക്കാ വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഒന്നും കൂടെ പറയണം. അല്ലെ അത് തന്നെ സത്യമായിട്ടില്ലേ, വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ണം കുറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ സ്വന്തം അനിയൻ എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചായിരുന്നു. ധ്യാൻ ആക്ച്വലി തിരക്ക് വേണ്ടിയിട്ട് ഭയങ്കര വണ്ണം കുറച്ചിട്ടുണ്ട്. അത് ശരി. തിരക്ക് മുമ്പ് ധ്യാനിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഒരേ ഒരു തവണ ആകെ ചേട്ടൻ പറഞ്ഞോളൂ കുറച്ച് വണ്ണം കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞോളൂ എന്ന് ഞാൻ അറിഞ്ഞു. വല്ലപ്പോഴും ഓടുന്ന ഒരു പടത്തിൽ വണ്ണം കുറച്ചിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ എന്ത് പറയുന്നു നമ്മളത് കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ശരി, പടത്തിന് വേണ്ടി ഞാൻ വണ്ണം കൂട്ടും കുറക്കും, കൂട്ടും കുറക്കും. എന്തോ ഭാഗ്യത്തിന് ഇവൻ അഭിനയിച്ച ബാക്കി എല്ലാ സിനിമയിലും ഡയറക്ടർമാരും വണ്ണുള്ള ധ്യാനാണ് ആവശ്യപ്പെട്ടു, അതേപോലെ വന്നു, അതേപോലെ കൊടുത്തു. എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. നന്നായി അല്ല അല്ല അങ്ങനെയല്ല, അവർക്ക് ആവശ്യമുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ. പ്രൊഡ്യൂസർ സത്യം പറയും, ഇവരിൽ ആരെ കൊണ്ടായിരുന്നു ഏറ്റവും വലിയ ഉപദ്രവ സെറ്റില്? ഒരാളുടെ ഉപദ്രവം. അയ്യ അങ്ങനെ പറയരുത്. കാരണം എല്ലാരും റെമ്യൂണറേഷൻ പകുതിയെ മേടിച്ചുള്ളൂ. ഞാനത് ചോദിക്കാൻ പറയാൻ പറ്റില്ല. സത്യമാണോ അങ്ങനെ? അളിയനും റെമ്യൂണറേഷൻ ആയിരുന്നു. പൈസ പറയാനില്ല, അയാളെ റെമ്യൂണറേഷൻ വാങ്ങിക്കാൻ മാസം. എന്റെ കോൺട്രാക്ടർ ആയിരുന്നു വിനീത്. അവിടെ കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ടിന് കാര്യം ഉണ്ടായിരുന്നു. ഇവര് കോൺട്രാക്ടിന് എടുത്ത രണ്ടാൾക്കാർ ബിൽഡിംഗ് കോൺട്രാക്ട് പോലെ നമ്മൾ എടുത്തിട്ട് അതിനെ തീർത്തു എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലാഭം ഇവർക്ക് രണ്ടാൾക്കാർ. അതില് ഞങ്ങൾ വെറും അതെ അതെ പണിക്കാർ. അല്ല സത്യത്തിൽ ചേട്ടന്റെ പടത്തിലൊക്കെ വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ധ്യാൻ സത്യത്തിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ? സത്യം പറയണം ചേട്ടൻ എടുത്തുകൊണ്ട് സത്യം പറയണം. ചേച്ചി എന്നിലെ നടനെയാണ് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് ചേച്ചി എന്നിലെ നടനെ പുള്ളിക്ക് ആവശ്യമായിരുന്നു. ഓക്കെ, ഈ കഴിഞ്ഞ ഇന്റർവ്യൂല് പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. പ്രണവ്, ധ്യാൻ, നിവിൻ, കണ്ടു. ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചേന്. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞെളിഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സിനിമ വേണമെന്ന് വെച്ചത്. ടേക്ക് എക്സ്ട്രാ പോയപ്പോ പുള്ളി വേണ്ടെന്ന് വെച്ചത് ഇവനെ. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അവസാന നിമിഷം വരെ എനിക്ക് ചിലപ്പോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ, ബേസി നീ വേണം, നീ ഇല്ലാതെ പടം നടക്കൂല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മാറി മാറി. അല്ല ഞാനൊരു സത്യം മനസ്സിലാക്കി. ഈ വിനീതേട്ടനില്ലേ നോണ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവില്ല. ഭയങ്കര സത്യസന്ധമായിട്ട് നോണ പറയുന്ന ഒരു കള്ളനാണെന്ന്. സത്യം തുറന്നു പറയുന്ന ഇവന് എന്നെ പോലുള്ള ആൾക്കാരെ ഇവന് കാര്യമല്ല. ഇവന്റെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ അവിടെ നന്നാവട്ടെ എന്ന് ചില കാര്യങ്ങൾ പറയും. അവനത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാല് ബേസിലിന്റെ ഒരു ഡെഡിക്കേഷൻ സംഭവിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ചെങ്കണ്ണൊക്കെ പിടിച്ചിട്ടും പ്രൊമോഷൻ വരാൻ തീരുമാനിച്ചില്ല, വന്ന എല്ലാവരും ഉപദ്രവിക്കണം എന്ന് തീരുമാനിച്ചല്ലോ. ഇവന്മാരൊക്കെ അങ്ങനെ മനസമാധാനത്തോടെ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വരട്ടെ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കണ്ണടയെ വെച്ചോടെ ഇരിക്കുന്നത്. അല്ല ശരിക്കും അങ്ങനെ അല്ലേ? ചോദിച്ചില്ലേ, ധ്യാൻ ചോദിച്ചില്ലേ എന്തിനാ ഇങ്ങനെ ചെക്കണ്ണൊക്കെ ആയിട്ട് വന്നേക്കണേന്ന്? അത് എവിടുന്ന കിട്ടിയെന്നും കൂടെ ചോദിക്കണം. സിംഗപ്പൂരിൽ പോയതാ. ആ സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്കാണ് കിട്ടിയത്. ഇന്റർനാഷണൽ. ആക്ച്വലി നിങ്ങൾ എല്ലാവർക്കും എന്നെ ഭയങ്കരമായിട്ട് അറിയാവുന്ന ആൾക്കാരല്ലേ? എന്താ ഗെയിം ആയിരിക്കും അല്ലേ? അല്ല, ഒരു ഫ്രഷ് മറ്റേ ആളെ കുറിച്ചുള്ള ഒരു കഥ പറയണോ? ഫ്രഷ് എനിക്ക് അറിയേണ്ട ആരെ കുറിച്ചാന്ന് ധ്യാനം നമുക്ക് തുടങ്ങാം. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയാം. മറ്റേ വെള്ളം അടിച്ച കഥ വേണ്ട, അവനെ പറ്റി വേറെന്ത് കഥ? സ്പോർട്സ് പേഴ്സൺ. ഫ്രഷ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കോ അവന്റെ ഒരു എനിക്കോ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഭവം വെച്ചാൽ അവന്റെ ഡെഡിക്കേഷൻ. നമുക്ക് ഒരാളെ പറ്റി ഇനി നല്ലത് പറയാലോ. അപ്പൊ എനിക്ക് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പുവിന് ഇവിടെ ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് ഡിസ്കിന് മറ്റേ എനിക്ക് തോന്നുന്നു ഈ ട്രക്കിങ്ങും പുള്ളി മൗണ്ടൻ ക്ലൈംബിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പുവിന് ചെറിയ ഒരു പോയിന്റ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇൻഫ്ലമേഷൻ ഒക്കെ വന്നിട്ട് പുള്ളിക്ക് നടക്കാനും എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് കാര്യാക്കിയില്ല, പറയത്തില്ല.
പ്രളയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഷോട്ടിൽ ആ തോടിയിൽ നിന്നൊക്കെ നമ്മൾ എന്തോ ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര വേദനയായിട്ട് ധ്യാനം പറഞ്ഞിട്ടാ ഞാൻ സ്റ്റെപ്പ് കയറി പോണതുണ്ട്. അങ്ങനെ. അപ്പോൾ ഇത് ഈ സീനിലൊക്കെ വരുന്ന സമയത്ത് ചില 2-3 സാധനമൊക്കെ വന്നപ്പോൾ അപ്പോൾ പറയണില്ല. അപ്പോൾ ഒരു സീനിൽ അപ്പൂനെ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പൊക്കി എടുക്കുന്ന ഒരു ഷോട്ടിൽ വന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇങ്ങനെ അവനെ തീരെ വയ്യ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, അപ്പോൾ അത് ഓക്കെ ആണോ പൊക്കി എടുക്കുന്ന സാധനത്തിന്? അപ്പോൾ അവൻ അപ്പോഴും അങ്ങനെ ചിരിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ പക്ഷേ വേദനയായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പം ഞാൻ പെട്ടെന്ന് അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഇത് പറയാനില്ല. അപ്പം ഞാൻ പെട്ടെന്ന് വെച്ച് നിന്റെ വായിൽ എന്താ പഴമാണോ പറഞ്ഞുവിടാന്ന്. അത് ഞാൻ വളരെ കൊളോക്കിയലായിട്ട് പറഞ്ഞു പോയത്. പെട്ടെന്ന് അവൻ ഇതെന്താ ഉദ്ദേശിച്ചത്, വായിൽ പഴം, വാട്ട്സ് ദാറ്റ്? പുള്ളി ചിന്തിച്ചു കാണും പെട്ടെന്ന്. അങ്ങനെ നമ്മളെ നാട്ടിലിങ്ങനെ പറയല്ലോ, വായിൽ പഴമാണ് പറഞ്ഞു വിടുക. അപ്പൊ അതൊക്കെ ഞാൻ ഇവനെ പോലത്തെ ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്റെ. പക്ഷേ അത്തരം അവന്റെ കഥയിൽ എന്തിനാണ് ഞാൻ ഗുണവിനെ പൊക്കി പറയാൻ പറയുന്ന കഥയില് എന്നെ താഴ്ത്തുള്ള കാര്യം എന്താ? അല്ല എന്റെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതെ നിർബന്ധ എന്റെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതെ ഇവിടെ വെറുതെ ഇരിക്കും. അവന്റെ ആ ഒരു അന്ന് പക്ഷെ ഏട്ടനോട് അവസാനം വരെ ഏട്ടനോട് പറഞ്ഞില്ല. ഞാനാണ് അവസാനം ഏട്ടനോട് പറഞ്ഞത് അവൻ തീരെ വയ്യ എന്ന് പറഞ്ഞത്. അതെനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പോലും വയ്യായിക വെച്ചിട്ട് പോലും പുള്ളിയുടെ ആ ഒരു ഇപ്പൊ പറഞ്ഞു വരുന്നത് പ്രണവിന് ഇങ്ങനത്തെ മലയാളം ഒന്നും മനസ്സിലാവില്ല. നിന്റെ വായിൽ എന്താ പഴമാണോ പറഞ്ഞിട്ട് പ്രണവിന് മനസ്സിലായില്ല. അതാണ് അതല്ല ഞാൻ പറഞ്ഞു വരുമ്പോ ക്വാളിറ്റി അതല്ല പറയാം. അവന്റെ ഡെഡിക്കേഷൻ ഇവിടെ പലർക്കും ഇല്ലാത്തത് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. പലർക്കും ഇല്ല. കാരണം ചെങ്കണ്ണൊക്കെ ഒരു കാരണമാക്കി വെച്ചിട്ട് ഇവിടെ നടുവിന് വേദന നടക്കാതിരിക്കുന്ന ആൾക്കാർ ഇവിടെ അതൊരു കാരണമാക്കി കൂളിംഗ് ഗ്ലാസ് വെച്ചെന്നോ നടുവിൽ ഇരിപ്പുണ്ടല്ലോ അവരുദ്ദേശിച്ച കൂളിംഗ് ഗ്ലാസ് വെച്ചത് വൃത്തിയോട് കാണാതിരിക്കും. ഒന്ന് കാണിച്ചു കൊടുക്കും. ബേസിലിനെ കുറിച്ച് പറ. ബേസില് വിനീത് എന്റെ അടുത്ത് ആക്ച്വലി ബേസിലെ ഡേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം ഒരു ഡേറ്റ് ആണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് ഡേറ്റ്സ് ഇഷ്യൂ ഒരു 10 to 20 അല്ലേ ബേസി ഒരു 2-3 പടം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ബേസിയുടെ വലിയ മനസ്സ് കാരണം നമുക്ക് എല്ലാം ഇത് മാറ്റി 10 ദിവസം തന്നു. പിന്നെ ഇതേപോലെ പ്രൊമോഷൻസ് നല്ല കാര്യം പറയുന്നത് എല്ലാരും താത്തി വന്നോണ്ടിരിക്കുന്നത്. 12 ദിവസം അല്ലേ ഇതേപോലെ 3 പടം ഒരാൾ 3 പടം ഒരുമിച്ച് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അത്ര ഞാൻ വേറെ ആര് പറഞ്ഞാലും മലയാള സിനിമ ഇൻഡസ്ട്രിയില് നീ അത് പറയാൻ പാടില്ല. കാരണം അറിയാമോ, ഇവനിപ്പോ 6000 സ്ക്വയർ ഫീറ്റിന്റെ വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ് അളിയ 3 പടം സമ്മതിച്ചു. നീ 4 സ്ഥലത്ത് വീട് എവിടേക്കാ? കാരണം എനിക്ക് വീടില്ല എന്ന് പറഞ്ഞത്. ഹോംലെസ് ജോബ്ലെസ് ഒരുപാട് മോള്. വീടില്ലെങ്കിലും അപ്പൊ 3 പടം ഇപ്പൊ എന്തിനാ ചെയ്യുന്നേ? സ്വന്തമായിട്ട് ഞാൻ നല്ലത് പറഞ്ഞോണ്ടിരുന്ന ഇന്റർവ്യൂർ വേണം നിനക്ക് ഇടപെട്ട ചോദ്യം ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. എനിക്ക് ഇങ്ങോട്ടൊരു വീക്ക്നെസ് ഉണ്ട്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുമ്പോ ഞങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കൂടെ പ്രസക്തി ഇവിടെ വേണം. അങ്ങനെ ആ 12 ദിവസം മാറ്റി തന്നു എല്ലാം കൂടെ തന്നു. പിന്നെ ഇതേപോലെ റെമുനറേഷന്റെ കാര്യത്തിലൊന്നും ഇപ്പൊ ഭയങ്കര സാറ്റലൈറ്റ് അല്ല കോംപ്രമൈസ് ഭയങ്കരമായിട്ട് ചെയ്തു. ആണോ നിങ്ങളെ പറഞ്ഞ കഥ? നല്ല കാര്യം ബേസിനെ കുറിച്ച് ബേസിൽ തന്നെ പറയും. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാൻ. അല്ല ഇപ്പൊ ഈ 2 കഥ ഇഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പൊ ബേസിൽ തന്നെ സ്വന്തമായിട്ട് അവന്റെ കഥ കൊള്ളായിരുന്നു. നല്ല കഥയായിരുന്നു. മലയാളം അറിയില്ല. എനിക്ക് ഇതിനെ പറ്റി വേണമെങ്കിൽ എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അറിയണം. പറ ബേസിലിനെ കുറിച്ചൊരു കഥ ഇന്ന് നമ്മുടെ ധ്യാൻ പറയും. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയുമ്പോൾ ചിലർക്ക് ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടല്ലോ.
അവന്റെ കഥ ഞാൻ പറയാം. അവനെ കുറിച്ചൊരു കഥ ഞാൻ പറയാം. ഇല്ല, ആ കഥ ചുമ്മാ. അല്ല പറയട്ടെ, അവൻ പറയട്ടെ. നല്ല കഥ പറയാം. അറിയാം, നമുക്ക് ഡീലിലെത്താം. മൂന്നാമത്തെ എനിക്ക് ശരി ശരി. കണ്ണില് തൊട്ടത് മറ്റേ സാധനം വരും, കൺജക്റ്റിവൈറ്റിസ്. നിങ്ങളെന്തിനാ കൈ നീട്ടിയത്? എനിക്ക് ഞാൻ തൊട്ടില്ലേ ഇവിടെ തൊട്ടോണ്ടിരുന്നു എന്റെ കാല് വന്ന ഞാൻ എന്റെ ഇന്റർവ്യൂ ഓക്കെ. കല്യാണി പ്രിയദർശൻ പറ. അവള് കല്യാണി ഇങ്ങനെ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ഇങ്ങനെ അപ്പൊ കൊറേ കഥ ഉണ്ടാവും പറയാൻ. ഞാൻ ആക്ച്വലി പരിചയപ്പെടുത്തി കൊടുത്ത ബേസിൽ വിനീതനോട് ചോദിക്കും, എനിക്ക് കഥ പറയാനുള്ളൊരു മൂടില്ല. അറിയാത്ത ആളെ പറ്റി എങ്ങനെയാ കഥയൊക്കെ പറയാ. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അത്ര പരിചയമുള്ളൂ. നീ ശരി അടുത്തിരിക്കണ പ്രൊഡ്യൂസറെ കുറിച്ച് പറഞ്ഞാൽ ഷാഹിനെ പറ്റി ലാസ്റ്റ് ഞാൻ കഥ പറയാം. അടുത്ത ശരി ശരി. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയേണ്ടത് ധ്യാനിനെ കുറിച്ചോ. ധ്യാനിനെ കുറിച്ച് സെറ്റിലുള്ള ഒരു കഥയാണ് അറിയേണ്ടത്. അത് നല്ലതേ പറയാനുണ്ടാവും. അത് ശരിയാ. അത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വിനീതായിട്ട് ഇത്തവണ കളം മാറ്റി പിടിക്കുമോ നമുക്ക് നോക്കാം. ധ്യാനിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നോ വേർഡ്സ്. അങ്ങനെയല്ല, നോ വേർഡ്സ്. അല്ലെങ്കിൽ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഇരുട്ടത്ത് പോയിരുന്നു സ്വയം അഭിനയിച്ചിട്ട് വരുമെന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറയണ ഞാൻ കേട്ടു വിനീതേട്ടൻ. ഞാൻ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി നിന്ന് സ്വയം അഭിനയിച്ചിട്ട് തിരിച്ചു ഇല്ല, പ്രാർത്ഥിക്കാൻ പോകുക. ആകപ്പാടെ കിട്ടിയ ഒരു പിടികൊള്ളിയാണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കഥ പറയാൻ പറഞ്ഞപ്പോ എനിക്ക് അറിഞ്ഞില്ല. ഞാൻ എന്ത് പറയാ, അവൻ പറഞ്ഞല്ലോ. ഏത് ഞാൻ വല്ല മൂത്രമൊഴിക്കാനും വല്ല പോയതായിരിക്കും. അല്ല, നീ ഡയലോഗ് റിഹേഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ക്ലാസ് അത് തെറ്റാ, അത് വല്ല തെറ്റായിപ്പോയോ? ഞാനതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ അതല്ലേ ചോദിച്ചത്, പോസിറ്റീവ് ആയിട്ടാ ചോദിച്ചത്. അങ്ങനെ ഒരു സിനിമയുടെ ഇന്ന് വരെ അഭിനയിച്ച ഒരു സിനിമയുടെയും കഥ അഭിനയിച്ച് കഴിഞ്ഞിട്ടും അറിയാത്ത ധ്യാൻ ഇതൊക്കെ നേരത്തെ റിഹേഴ്സ് ചെയ്തിട്ടൊക്കെ. അല്ല, എനിക്ക് ഫസ്റ്റ് ഹാഫേ തന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫിലുള്ള സീൻ വന്നപ്പോഴാണ് സെക്കൻഡ് ഹാഫ് ആണ് ടഫ് ഏരിയാസ്. അതുകൊണ്ട് ആ കഥയൊന്നും അവന്റെ അടുത്ത് പറഞ്ഞില്ല. അല്ല, പേടിച്ച് പോയാൽ ഇതുപോലെയാണ് ഇവൻ 18 ടേക്ക് പോയപ്പോ എന്നോട് പറഞ്ഞു എന്റെ ഫോക്കസ് കളയുന്നു. ഞാൻ അപ്പൊ ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടഫ് ഏരിയാസ് ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് ഈസി ആയിട്ട് ഞാനങ്ങ് ചെയ്തു പോയി. സെക്കൻഡ് ഹാഫ് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു ചില ആൾക്കാരുമായിട്ടുള്ള. ഓക്കെ, അത്തരം സീനുകൾ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് നന്നാവുക? നമ്മളെ കോ ആക്ടർ കൂടെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ നിന്നിട്ട് നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അത് വർക്കൗട്ട് ഉണ്ടാവുള്ളൂ. അത്തരം വർക്കൗട്ടുകൾ എനിക്ക് സെക്കൻഡ് ഹാഫിൽ മിസ്സായി. കെമിസ്ട്രി അതിന്റെ കാരണം ഇവനാണ്. ആ ഏരിയ വീക്ക് ആയിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ പെർഫോമൻസിലും വീക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ ഇവൻ ശരിയാവുന്നുണ്ടോ ശരിയാക്കുന്നുണ്ടോ നോക്കി ശ്രദ്ധിച്ച് എന്റെ കാര്യത്തിൽ ചെലുത്താതെ പോവാതെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വല്ലാത്ത അവസ്ഥയായിരുന്നു. ഒരു മെന്റലി ഞാൻ അങ്ങനെ ഡ്രെയിൻഡ് ആയ ഒരു അവസ്ഥയായിരുന്നു അത്. ഞാനും ഞാനൊക്കെ എന്താക്കും ഒരേപോലെ മെന്റലി ഡ്രെയിൻഡായി. 12 ദിവസം ടോർച്ചർ ആയിരുന്നു. ആ 12 ദിവസം വർഷങ്ങൾക്ക് ശേഷം ഓർക്കൂല്ലേ? ഇല്ല, ഞാൻ മറക്കാൻ മറക്കാൻ പറ്റൂല. അല്ല, വിനീതായിട്ട് നല്ല ധ്യാനിനെ കുറിച്ച് ഒരു കഥ പറഞ്ഞില്ലല്ലോ ആ സിനിമാ സെറ്റില്. കഥ ഇതുവരെ വിട്ടില്ലേ? ഇല്ല, എനിക്ക് ഇതൊക്കെ കഥ വിട് അടുത്ത പിടിക്കേ. കഥ ഒന്നും പറയാനില്ല ഡയറക്ടർ. സത്യം കേട്ടോ. എനിക്കൊന്നും പറയാനില്ല. ഇവര് പറയട്ടെ. എന്നാ ഈ പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. കഥ പറയല്ലേ പ്ലീസ്. പറയാനില്ല. പടത്തിന്റെ കഥയെങ്കിലും കുറച്ച്. വിനീതേട്ടൻ ഇവരിക്കുന്ന ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവർ കഥ പറയുന്നുണ്ടോ? എടാ പോടാ, എനിക്ക് കഥ അറിഞ്ഞൂടെന്ന് പുള്ളിക്ക് അറിയാം. ഇവർ ഒറ്റയ്ക്ക് വിടാൻ പുള്ളിക്ക് ധൈര്യമില്ല. ഇന്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല. സത്യം പറയാലോ, പടം തീരുന്ന ദിവസമാണ് എനിക്ക് ഫുൾ കഥ മനസ്സിലായത്. ചേട്ടൻ കഥ പറയാൻ വിളിച്ചപ്പോഴോ വേണ്ട PDF. ഞാൻ അവസാന രാത്രി വരെ എന്താ ഇത് എടുക്കുന്നത്, ഏതാണോ ഞാൻ അവസാനം വിചാരിച്ചത് എന്താ ഇത്.
ഞാൻ മരിക്കോ എന്നെ കൊല്ലോ? അവന് ഫുൾ അറിയാം. ഇല്ല എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് ടൈലെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാൻ വിളിച്ചോണ്ട് വന്നിരിക്കുക. ഇവനൊന്നും അറിഞ്ഞൂടോ. ഇവന്റെ ക്യാരക്ടറിന്റെ പേര് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ഞാൻ സത്യം ചോദിക്കട്ടെ, പ്രൊഡ്യൂസർക്ക് വല്ലതും അറിയോ? എന്നോട് പടം പ്രൊഡ്യൂസറാണോ? പക്ഷെ ഒരു കാര്യം സിനിമയുടെ എന്നോട് ഫ്ലൈറ്റിൽ നിന്ന് അളിയനാണ് കഥ പറഞ്ഞത്. ഓക്കെ, എന്നോടൊരു കഥ പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോഴാണ് പറഞ്ഞത് ആ കഥയല്ല ഈ സിനിമയുടെ. ഈ സിനിമയല്ല ഞാൻ ഭാഗ്യം ആ കഥ എല്ലാം നീ എടുത്ത് വെച്ചത്. ടെയിലന്റ് ആക്ച്വലി ഞങ്ങള് അതിന്റെ സീൻ തന്നെ മാറ്റി വെച്ചു. അത് നമ്മുടെ എഡിസില് നമ്മുടെ അസോസിയേറ്റ് ദൃശ്യ മോഡലായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ലൈറ്റ് ആയിട്ട് ലേറ്റ് ടെയിലന്റ് നമ്മൾ ആർക്കും കൊടുത്തില്ല. തിയേറ്ററിലുണ്ടാവില്ല മിക്കവാറും. തിയേറ്ററിലുണ്ടാവും. ഒരു ഒറ്റ സംശയം ചോദിക്കട്ടെ, ആരെങ്കിലും ഈ സിനിമയിൽ എടുത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്കിപ്പോ സത്യം അറിയണം ചേട്ടാ. ആകെ കൂടെയുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും ഒരു ഫ്രെയിമിനകത്ത് വരുമ്പോൾ നമുക്ക് ഫ്രെയിം കാണണമെങ്കിൽ റോൾ ക്യാമറ എന്ന് വിളിക്കണം. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ റോൾ ക്യാമറ വിളിക്കുമ്പോഴേ നമുക്ക് ഫ്രെയിം കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആ റോൾ ക്യാമറ വിളിച്ച് നെക്സ്റ്റ് സെക്കൻഡ് ഉണ്ടല്ലോ സ്വിച്ച് ഇട്ടോളെ മാറും. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.